ഹായ്, ഏവർക്കും ലാമൻ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലെ 5ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിലബസിൽ നോക്കിയാൽ കാണാം മാർഗനിർദ്ദേശക തത്വങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. നോക്കാം, മാർഗനിർദ്ദേശ തത്വങ്ങൾ DPSP എന്ന് പറയും, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയും. അഥവാ ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ 35 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളിലാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഏത് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 36 മുതൽ 51 വരെ. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഭാഗം 4 ഭാഗം 3 മൗലികാവകാശങ്ങൾ, ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം എന്ന് ചോദിച്ചാലും പറയണം ഭാഗം 4 തന്നെയാണ്. ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന വകുപ്പ് 36 മുതൽ 51 വരെയാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ എണ്ണം 17. എത്രയാണ് എണ്ണം? 17. എത്ര മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയണം 17. മൗലികാവകാശങ്ങൾ എത്രയാണ്? 6. ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം, ഏത് രാജ്യത്തു നിന്നാണ് ഇത് കടമെടുത്തത്? അയർലാൻഡ് എന്നാണ്. എവിടെ നിന്നാണ്? അയർലാൻഡ് എന്നാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ രാജ്യം, ലോകത്ത് ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ കൊണ്ടുവന്ന രാജ്യം ഏതാണ്? സ്പെയിനാണ്. ഏതാണ്? സ്പെയിൻ. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് എന്ത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെടുന്നത്. ഭരണ നിർവഹണത്തിനും നിയമ നിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് എന്താണ്? ഭരണ നിർവഹണത്തിനും നിയമ നിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് ആണ് ഇതിൽ എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മൗലികാവകാശങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരനെ കോടതിയിൽ സമീപിക്കാൻ സാധിക്കില്ല. ഭരണഘടനയുടെ 37ാം വകുപ്പ് അനുസരിച്ച് മാർഗനിർദ്ദേശക തത്വങ്ങൾ നോൺ ജസ്റ്റിബിൾ ആണ്, അഥവാ ന്യായവാദത്തിന് സാധ്യമല്ല. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്നാൽ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാൻ സാധിക്കും. ഓക്കെ. ഗാന്ധിയൻ ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്നിവയെ ഉൾക്കൊള്ളുന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. എന്തൊക്കെയാണ്? ഗാന്ധിയൻ ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപ്രു കമ്മിറ്റിയാണ്. അപ്പോൾ സപ്രു കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത്. എന്നാൽ മൗലിക കടമകൾ ഭരണഘടനയുടെ ഭാഗമായത് സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. അനുച്ഛേദം 39A പറയുന്നത് തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് 39A. തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും. നിർദ്ദേശക തത്വങ്ങളെയും മൗലികാവകാശങ്ങളെയും ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നിർദ്ദേശക തത്വങ്ങളെയും മൗലികാവകാശങ്ങളെയും ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ല ഓസ്റ്റിൻ ആണ്. ആരാണ്? ഗ്രാൻവില്ല ഓസ്റ്റിൻ ആണ്. അനുച്ഛേദം 39D പറയുന്നത് തുല്യ ജോലിക്ക് തുല്യ വേതനത്തെക്കുറിച്ചാണ് പറയുന്നത്. അനുച്ഛേദം 39D എന്താ പറയുന്നത്? തുല്യ ജോലിക്ക് തുല്യ വേതനത്തെക്കുറിച്ച് പറയുന്നു. അനുച്ഛേദം 40 പറയുന്നത് പഞ്ചായത്തുകളുടെ രൂപീകരണമാണ്. അനുച്ഛേദം 40 എന്താ പറയുന്നത്? പഞ്ചായത്തുകളുടെ രൂപീകരണം. അനുച്ഛേദം 43 പറയുന്നത് തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ സംബന്ധിച്ചാണ്.
അനുച്ഛേദം 43 തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു പറയുന്നു. അനുച്ഛേദം 49B പറയുന്നത് സഹകരണ സംഘങ്ങളുടെ ഉന്നമനത്തെ കുറിച്ചാണ് പറയുന്നത്. അനുച്ഛേദം 43B എന്താ പറയുന്നത്? സഹകരണ സംഘങ്ങളുടെ ഉന്നമനത്തെ കുറിച്ച് പറയുന്നു. അനുച്ഛേദം 44 പറയുന്നത് ഏകീകൃത സിവിൽ കോഡാണ്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് ഭരണഘടനയുടെ ഏതാണ്? യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 44 അപ്പം 4 ഒരു യൂണിഫോമിറ്റി ഇല്ലേ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കും മുമ്പ് മുതൽ ഏക സിവിൽ കോഡ് നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കും മുമ്പ് മുതൽ തന്നെ ഏക സിവിൽ കോഡ്, ഒന്നുകൂടി പറയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കും മുമ്പ് മുതൽ ഏക സിവിൽ കോഡ് നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. അനുച്ഛേദം 45 പറയുന്നത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഏത്? ആർട്ടിക്കിൾ 45. 47 എന്താ പറയുന്നത്? പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് പറയുന്നതാണ് അനുച്ഛേദം 47 പറയുന്നത്. അതുപോലെ മദ്യനിരോധനം ഉൾപ്പെടുന്നതും ഏത് അനുച്ഛേദത്തിലാണ്? ഏത് ആർട്ടിക്കിളാണ് മദ്യനിരോധനം? 47. 48 ആർട്ടിക്കിൾ പറയുന്നത് ഗോവധ നിരോധനം അല്ലെങ്കിൽ മൃഗ സംരക്ഷണമാണ്. ആർട്ടിക്കിൾ 48. ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഇനി ആർട്ടിക്കിൾ 48 പറയുന്നത് 48A പറയുന്നത് വനം വന്യ മൃഗ സംരക്ഷണവും പ്രകൃതിയുടെ ഉന്നമനങ്ങളും സംരക്ഷിക്കുക എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 48. വനം വന്യമൃഗ സംരക്ഷണം, പ്രകൃതി സംരക്ഷണമൊക്കെ പറയുന്നത്. 49 ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംരക്ഷണം. 49 എന്താ പറയുന്നത്? ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംരക്ഷണം പറയുന്നു. 50 ഇമ്പോർട്ടൻ്റ് ആണ്. നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഏത്? 50. നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 50. 51 അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും ഉന്നമനത്തെക്കുറിച്ചാണ് പറയുന്നത്. 51 എന്താ പറയുന്നത്? അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും ഉന്നമനത്തെക്കുറിച്ച് പറയുന്നു. ഇനി നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചുള്ള ചില വിശേഷണങ്ങളാണ്. ഒരു ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകുന്ന ചെക്ക് എന്ന് പറഞ്ഞതാരാണ്? KT ഷായാണ്. ഒരു ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകാനാകുന്ന ചെക്ക് എന്ന് പറഞ്ഞത് KT ഷായാണ്. അടുത്ത് നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന് പറഞ്ഞത് KC വെയർ ആണ്. മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവറ്റുവീപ്പ എന്ന് പറഞ്ഞത് TT കൃഷ്ണമാചാര്യയാണ്. ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ ഒരു സ്വർഗമായി മാറും എന്ന് പറഞ്ഞത് MC ചാക്ലയാണ്. മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു MC ചാക്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്നതും ഇനി ചോദിക്കാൻ സാധ്യതയുമുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഓരോ ടോപ്പിക്കും പഠിച്ച് അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുക. ടോപ്പിക് എക്സാം നമ്മൾ ടെലിഗ്രാം ചാനൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ടോപ്പിക് എക്സാം ബുക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ബുക്ക് വാങ്ങുക. ഓരോ ദിവസവും ഓരോ ടോപ്പിക്കും പഠിച്ച് അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് സർവീസിൽ കയറാൻ പറ്റും. അപ്പം അങ്ങനെ കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.